കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസത്തിന്റെ പുലർകാലം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണത്തിൽ ഓരോ പ്രഭാതങ്ങളിലും ദൈവം തമ്പുരാൻ അവർക്ക് കൊഴിച്ചു കൊടുത്ത മന്ന തങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് കരുത്തു പകർന്നതുപോലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന മന്ന നമ്മളെ ഓരോരുത്തരെയും കരുത്തരാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രഭാത മനയുടെ ചിന്താവിഷയം വിശ്വാസ്യമായ ദൈവിക പ്രമാണം എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ചിന്താവിഷയം? വിശ്വാസ്യമായ ദൈവിക പ്രമാണം. ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് വായിക്കാം. 111 സങ്കീർത്തനം അതിന്റെ 8ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 111 അതിന്റെ 8. അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവിടുത്തെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അവിടുത്തെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. നമുക്കറിയാം, മനുഷ്യൻ പാപം വിട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ന്യായപ്രമാണത്തെ മനുഷ്യനെ നൽകിയത്. എന്നാൽ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ച് പാപത്തിൽ വീഴ്ത്തിയ പിശാച് ഇന്ന് സഭയാകുന്ന തോട്ടത്തിൽ കടന്ന് മനുഷ്യനെ ദൈവകൽപ്പനകൾക്കെതിരെ തിരിച്ച് വിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദൈവിക പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരുവന് മാത്രമേ പാപം വിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. ഒരിക്കൽ ഒരു കൃഷിക്കാരന് വളരെ മനോഹരമായ ഒരു കൃഷിയിടം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ മനോഹരമായി തന്റെ കൃഷിയിടത്തെ പരിപാലിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ കൃഷിയിടത്തില് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്നും കുതിരപ്പട്ടാളക്കാരുടെ ഒരു കൂട്ടം ആ ഗേറ്റിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു വരുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, കുതിരപ്പട്ടാളം അതുവഴി കടന്നു പോകാനാണ് വരുന്നത്. കുതിരപ്പട്ടാളം അതുവഴി കടന്നുപോയാൽ തന്റെ കൃഷിയിടമെല്ലാം നാശമാകും. എന്തെങ്കിലും ഉടനെ ചെയ്തെങ്കിലേ മതിയാകത്തുള്ളൂ. പട്ടാളക്കാരോട് അതുവഴി പോകണ്ടെന്ന് പറയാനും പറ്റത്തില്ല. അതിന് അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തി. തന്റെ ബാലനായ തന്റെ മകനെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു: മോനെ, നീ നമ്മുടെ കൃഷിഭൂമിയുടെ കവാടം അടയ്ക്കുക, ആരെയും ഇതുവഴി കടത്തിവിടരുത്. ഇപ്രകാരം പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഈ കുതിരപ്പട്ടാളം അവിടെ വന്നു ചേർന്നു. അവർ ഈ ബാലനോട് പറഞ്ഞു: ഗേറ്റ് തുറക്കൂ, ഞങ്ങൾക്ക് കടന്നു പോകണം. അപ്പോൾ ഈ ബാലൻ പറഞ്ഞു: എന്റെ പപ്പായുടെ കർശനമായ നിർദ്ദേശമുണ്ട്, ഗേറ്റ് തുറന്ന് ആരെയും അകത്തേക്ക് വിടരുത്. പട്ടാള മേധാവി അവനെ ഭീഷണിപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഭീഷണിക്ക് അവൻ വഴങ്ങിയില്ല. അവൻ ഭീഷണിക്ക് വഴങ്ങുന്നവനുമായിരുന്നില്ല. അപ്പോൾ അവനെ അനുനയിപ്പിച്ച് അതുവഴി പോകാൻ ശ്രമിച്ചു. എന്നാൽ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ വഴങ്ങിയില്ല. അവൻ പറഞ്ഞു: എന്റെ പപ്പ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെയും ഇതുവഴി കടത്തിവിടരുത്. അപ്പോൾ ആ പട്ടാള മേധാവി പറഞ്ഞു: ഞാൻ വെല്ലിംഗ്ടൺ പ്രഭുവാണ്, എനിക്കും എന്റെ പട്ടാളക്കാർക്കും ഇതുവഴി കടന്നു പോകണം. ഇത് കേട്ട ബാലൻ തന്റെ തലയിലിരുന്ന തൊപ്പി ബഹുമാന പുരസ്സരം ഊരിയിട്ട് പറഞ്ഞു: അങ്ങ് വെല്ലിംഗ്ടൺ പ്രഭുവാണെങ്കിൽ ഒരിക്കലും കൽപ്പന ലംഘിക്കുവാൻ എന്നോട് പറയത്തില്ല. എന്റെ പപ്പ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരെയും കടത്തിവിടരുത്. ഇത് കേട്ട വെല്ലിംഗ്ടൺ പ്രഭുവിന് അവനോട് വളരെ മതിപ്പ് തോന്നുകയും അവനെ അനുമോദിക്കുകയും അവന് നല്ലൊരു തുക സമ്മാനമായിട്ട് നൽകുകയും ചെയ്തു. തന്നെയുമല്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ പട്ടാളക്കാരും വേറൊരു വഴിയായിട്ട് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പൊ ഇതിനോട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ള അവിടുത്തെ ന്യായപ്രമാണം, അവിടുത്തെ കൽപ്പനകൾ ഏത് പ്രതികൂല കാലാവസ്ഥകൾ കടന്നു വന്നാലും, ഏത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നാലും അവ ലംഘിക്കാതെ മുറുകെ പിടിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. വിശുദ്ധ തിരുവെഴുത്തില് ഒരു വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോശുവ 1:7. അവിടെ ഇങ്ങനെ വായിക്കുന്നു: എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കാം. നീ ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം നൽകുന്ന നിർദ്ദേശം എത്ര വലിയതാണ്. നമ്മുടെ കർത്താവ് തന്റെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി തന്ന ദൈവത്തിന്റെ 10 കൽപ്പനയാകുന്ന ന്യായപ്രമാണം
ഈ പ്രമാണത്തെ കൃത്യമായി അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അവിടുത്തെ സാക്ഷ്യങ്ങൾ വിശ്വാസ്യമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം പാപം വിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കർത്താവിന്റെ വരവിങ്കൽ വിശുദ്ധിയോടെ അവിടുത്തെ എതിരേൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവിക പ്രമാണങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ഈ നല്ല പ്രഭാതത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, അവിടുത്തെ കൽപ്പനകളുടെ വഴിയിൽ ഓടുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. എത്ര പേർ തീരുമാനമെടുക്കും? ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും ദൈവിക പ്രമാണങ്ങളെ അലക്ഷ്യമാക്കിക്കൊണ്ട് നാം നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുകയും നമുക്ക് ഇഷ്ടമുള്ള വഴികളിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം പാപത്തിന്റെ വഴിയിലാണ്. നമ്മുടെ കർത്താവ് ഇനി വരുന്നത് വിശുദ്ധന്മാരെ തേടിയാണ്. നാം പാപത്തിന്റെ വഴിയിൽ സഞ്ചരിച്ചാൽ ഒരിക്കലും കർത്താവിനോട് കൂടെ നമുക്ക് പോകുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ എന്നെ തന്നെ ഇതാ അവിടുത്തെ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സമർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗം സന്തോഷിക്കുവാൻ ഇടയായി തീരും. നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ രോഗികളായിട്ട് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ ഇടയിൽ സാമ്പത്തിക ബാധ്യതകളിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വേദനകൾ, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെയുമല്ല, ഇന്ന് ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അടൂർ സഭയിലെ റീമ കുരിശിങ്കൽ, അതുപോലെ തന്നെ പുഷ്പഗിരി സഭയിലെ സ്മിത ജോഷി എന്നീ പ്രിയപ്പെട്ടവരുടെ ജന്മദിനമാണ്. ഈ പ്രിയപ്പെട്ടവരെ കൂടെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ഒരു വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതം കൂടെ കർത്താവ് അടിയങ്ങൾക്ക് ദാനം തന്നതോർത്ത് സ്തോത്രം. ഇന്ന് അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ കൽപ്പനകൾ വിശ്വാസ്യമാണ്, അവിടുത്തെ സാക്ഷ്യങ്ങൾ വിശ്വാസ്യമാകുന്നു എന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, അടിയങ്ങൾ പാപം വിട്ട് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ദൈവകൽപ്പനകളുടെ വഴിയിൽ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നും അടിയങ്ങളെ മനസ്സിലാക്കിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. നല്ല തീരുമാനത്തോടെ, നല്ല പ്രതിഷ്ഠയോടെ കർത്താവെ അടിയങ്ങളായിരിക്കാൻ സഹായിക്കണമേ. ഇന്ന് രോഗത്തിലും ഭാരത്തിലും മറ്റു പ്രയാസങ്ങളിലും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവര് അടിയനെ കേൾക്കുന്നുണ്ടല്ലോ. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് അടിയങ്ങളെ കൈവിടാത്ത ദൈവമാണ്. അവിടുന്ന് അടിയങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവാണ്. അവിടുന്ന് അടിയങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമാണ്. അടിയങ്ങളുടെ വേദനകളെ അറിയുന്ന കർത്താവാണ്. അടിയങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് അടിയങ്ങൾ യാചിക്കുന്നതിന് മുന്നമേ അറിയുന്ന ഒരു നല്ല ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. പ്രിയമക്കളോടൊക്കെ കരുണ കാണിക്കണമേ. ജന്മദിനമുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റീമ കുരിശിങ്കലിനെയും അതുപോലെ സ്മിത ജോഷിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം പ്രിയ മക്കൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാ ജീവിത നന്മകളും കർത്താവ് നൽകി മാനിക്കണമേ. ഇന്നത്തെ വിശുദ്ധ ദിവസം കർത്താവെ, അവിടുത്തെ ആരാധിപ്പാനുള്ള കൃപ നൽകണമേ. വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്താൽ അവിടുത്തെ നിങ്ങളെ നിറയ്ക്കണമേ. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വിശുദ്ധ ദിവസം ആശംസിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ തുടർന്നുള്ള മണിക്കൂറുകളിലും നമുക്ക് വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവസ്ഥനിലായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സംഹരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.